വെക്കേഷൻ തുടങ്ങാ കുട്ടിക്ക്. ഡാഡിയുടെ വീട്ടിൽ നിന്ന് വന്നാൽ ഡെയിലി രാവിലെ വൈകിട്ടും ആക്കിക്കോളൂ ട്യൂഷൻ. കുറുമ്പ് അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ. വിത്ത് പ്ലഷർ. വേണമെന്നുണ്ടെങ്കിൽ ഡേ ടൈം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാർ. ഓ യെസ്. സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ് പൈസേ. ടീച്ചർ ഇരുന്നതിന് ശേഷം മാത്രം ഇരിക്കുക. അണ്ടർസ്റ്റാൻഡ്? Sit down. Okay then. We will start with our lessons. 1 plus 1 is equal to, then 2 plus 2 is equal to, 3 plus 2 is equal to, then 4 plus 4 is equal to, then 5 plus 5 is equal to, then 6 plus 6. എവിടാ ശ്രദ്ധിച്ചിരിക്കുന്നേ? എഴുതിയോ? നോക്കട്ടെ. ഷോ മീ. ഷോ. വാ. ഞാൻ എവിടെയെല്ലാം തിരക്കിന്നറിയോ ഡ്രൈവർ അങ്കിളെ? എന്താ മോളെ? ടീച്ചർ ചോദിച്ചു വെക്കേഷൻ എവിടെയാ പോണേന്ന്. എന്നിട്ട് മോളെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്കിളിനോടും പറയില്ല? ഞാൻ അങ്കിളിന്റെ കൂടെയല്ലേ പോന്നത്. എവിടെ? അങ്കിളിന്റെ നാട്ടില്. അങ്കിളല്ലേ പറഞ്ഞത് വെക്കേഷന് കൊണ്ടുപോവാന്ന്. ഓ അതോ, അത് ഈ വെക്കേഷൻ അല്ലോ, വലിയ വെക്കേഷൻ അല്ലേ, സ്കൂൾ അടയ്ക്കുന്ന സമയത്ത്. വേണ്ട കേട്ടോ, ഈ വെക്കേഷനാ കൊണ്ടുപോവാന്ന് പറഞ്ഞത്. ബെല്ലടിച്ചു. മോളിപ്പോ ക്ലാസ്സിൽ പോ. അത് നമുക്ക് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ കൊണ്ടുപോവല്ലോ? ഇപ്പൊ മോള് ക്ലാസ്സിൽ ചെല്ലും. ഉറപ്പായിട്ട് കൊണ്ടുപോവല്ലോ? പ്രോമിസ്? ഗീതു വരൂ. കാറി കയറൂ. ഞാൻ സ്കൂൾ ബസ്സിൽ വരാം. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. കാറി കയറൂ. വല്യച്ഛാ, എനിക്ക് ഫ്രണ്ട്സിന്റെ അടുത്തല്ല ഹാപ്പി ക്രിസ്മസ് പറയണോ, അതുകൊണ്ടാ ബസ്സിൽ വരാന്ന് പറഞ്ഞത്. നല്ല വല്യച്ഛനല്ലേ? ആ എന്നാ ബസ്സിൽ അങ്ങോട്ട് തന്നെ വന്നേക്കണം. നിന്റെ അമ്മൂമ്മയുടെ വീട്ടിൽ ഇറങ്ങരുത്, മനസ്സിലായോ? ആ എന്നാ പൊക്കോ. ഡ്രൈവർ വണ്ടി എടുക്ക്. ഗീതു മോളെ കണ്ടില്ലല്ലോ. ആ ഭാസ്കര പിള്ള പറഞ്ഞുണ്ട് കാറില്. അയാൾ കൊണ്ടുപോയി കാണും. യാത്ര പോലും പറയാതെ പോയി മോള്. വെക്കേഷൻ അല്ലേ. ആ താൻ വണ്ടി വിട്. പോയെങ്കിൽ പോട്ടെ, താൻ വണ്ടി വിട്. നീ മോളെ വിളിക്കാൻ പോയില്ലേ? ആ പോയിട്ടാ വരുന്നത്. അവള് സ്കൂൾ ബസ്സിൽ വരാന്ന് പറഞ്ഞു. അതിന് ബസ് ഇപ്പൊ തന്നെ ഇതുവഴി പോയല്ലോ. നീ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയതുമില്ല. ഓഹോ, അപ്പോ കോന്തം പൊതുവാളോ ജസ്റ്റിസ് തള്ളയോ അവളെ അവിടെ പിടിച്ചിറക്കി കാണും. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വലിയച്ചി, ഞാൻ എന്റെ വാക്ക് സംസാരിക്കാൻ പോവാണ്. എവിടെ ഫോൺ? നിനക്ക് വേറെ യാതൊരു ജോലിയില്ലേ? ഫോൺ ചെയ്ത് ആ തള്ളയുടെ വായി കിടക്കുന്ന ഇംഗ്ലീഷിലുള്ള തെറി നീ ഞാനും കേൾക്കാൻ എന്തിനാ ഇത്ര ദണ്ണപ്പെടുന്നത്? അവൻ വരട്ടെ, വന്നിട്ട് തീരുമാനിക്കട്ടെ. നീ എന്റെ ഹെയർ ഡേ വാങ്ങിച്ചോണ്ട് വന്നു. ഹെയർ ഡൈ? ആനക്കാര്യത്തിന്റെ ഇടയ്ക്കാണ് ചേനക്കാര്യം. ഒന്നുട്ടെ. അയ്യോ, അവന്റെ ഒരു ചേനക്കാരി. അയ്യോ തെറി. അപ്പൊ ഇനി അവധി കഴിഞ്ഞിട്ട് കാണാം. ഓ നന്ദ, ഓ കുറച്ച് കൂവപ്പടി കൊണ്ടുവരാന്ന് പറഞ്ഞ് മറക്കില്ലല്ലോ. കമത്താത്തിയേ, എന്താ ഇത് ഓപ്പിടി വെച്ച് വയസ്സാകാലത്ത് സൗന്ദര്യം വെപ്പിക്കാൻ പോണേ? ഓ, അല്ലെങ്കിൽ തന്നെ എനിക്ക് സൗന്ദര്യത്തിന് എന്താണ് ചക്ക ഒരു കുറവ്? നീ മറക്കാതെ സാധനം കൊണ്ടുപോയി. മറക്കില്ല പോരെ. ഡ്രൈവർ അങ്കിൾ, ഇത് മോളെ
പോവായിരുന്നു. മോള് നല്ല പണിയായി കാണിച്ച്. എന്താ വീട്ടിൽ പോയിരുന്നു? ഞാൻ പോയില്ല, അങ്കിളിനോട് വരാൻ പോവാ. അയ്യോ, മോളെ കൊണ്ടുപോയാ മോളുടെ ഡാഡിയും മമ്മി അങ്കിളിനെ വഴക്ക് പറയില്ലേ? ഡാഡി മമ്മി അറിയില്ലല്ലോ. അവര് മോളെ അന്വേഷിക്കില്ലേ? എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞതോ? അത് മോളുടെ ഡാഡിയുടെ മമ്മിയുടെ അടുത്ത് ചോദിച്ചിട്ടല്ലേ? അതിന് ഡാഡിയും മമ്മിയും പിണക്കുവാ. വാ, അങ്കിൾ മോളെ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട വേണ്ട, ഞാനില്ല. ഞാൻ അങ്കിളിന്റെ കൂടെ നാട്ടിലേക്ക് വരും. ഗീതുമോള് നല്ല കുട്ടിയല്ലേ? അങ്കിളുടെ മോളല്ലേ? അങ്കിൾ പറയുന്നേക്ക്. ഇനി ഒരിക്കൽ മോൾ അങ്കിൾ കൊണ്ടുപോവാ. വേണ്ട, അങ്കിൾ പ്രോമിസ് പറഞ്ഞതല്ലേ. ഇപ്പൊ എന്തിനാ കള്ളം പറയുന്നത്? കള്ളം പറഞ്ഞ കണ്ണു പൊട്ടും. ഗീതുമോളെ, ഇങ്ങനെ വാശി പിടിച്ചാലോ? വേണ്ട, അങ്കിൾ എല്ലാം പറഞ്ഞ എല്ലാരും കാത്തിരിക്കുന്നു. അമ്മയും അപ്പൂപ്പനും മണിക്കുട്ടിയുടെ അമ്മയൊക്കെ. ഇതുപോലെ ചെന്നില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലേ? ഗീതുമോളെ, മോളെ അങ്കിൾ ഒന്ന് പറയട്ടെ. ഡ്രൈവർ എന്തൊക്കെ എന്നെ ഇഷ്ടമല്ല, ആർക്കും എന്നെ ഇഷ്ടമല്ല. ഗീതുമോളെ, എന്നെ കൊണ്ടുപോവോ? എന്നെ കൊണ്ടുപോവോ? പ്രോമിസ്. ഹായ്, എന്ത് ഭംഗിയാ. മോക്ക് ഇഷ്ടമായോ? ഈ പുഴയുടെ അടിയിൽ എന്താ ഉണ്ടാവുക? വെള്ളം. അതിന്റെ അടിയില്? അതിന്റെ അടിയിൽ വെള്ളം. ഏറ്റവും അടിയില്? ഏറ്റവും അടിയിലും വെള്ളം. വെള്ളം ഇല്ലാത്ത അടിയില്? വെള്ളം ഇല്ലാത്ത അടിയിൽ അയ്യോ, മോളെ ബാഗ് പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ വെള്ളം ഇല്ലാത്തതിന്റെ അടിയില് ബാഗ് ഉണ്ടാവല്ലോ. അത് പോത്ത് വയറ് നിറഞ്ഞപ്പോ നീരാറ്റിന് അമേരിക്ക എല്ലാം കൂടെ. അത് കുട്ടികൾ. പോത്തിന്റെ മക്കളാ? പോത്തിന്റെ മക്കളല്ല, കരുമാടിപ്പെട്ട. അമ്പാടിയിൽ ഉണ്ണിക്കണന്റെ ചങ്ങാതികളാ. ഇനിയിപ്പോ മോളിലെയും ചങ്ങാതികളാവും അവറ്റകള്. മരുത്, പാൽക്കാരൻ മാരിയപ്പന്റെ മോനാ. ഇത് ആറിനെന്തെന്നെ? ഇതാണ് എന്റെ വാലാട്ടിക്കളി. പട്ടണത്തിൽ നിന്ന് കിട്ടിയത് എനിക്ക്. ഞങ്ങള് നാട് കാണാൻ ഇറങ്ങിയതാ അല്ലേ മോളെ? അടെ, ഇത് എന്നെ കഴുത്തിലെ വാല്. ഇത് വാലല്ല, എന്റെ കയ്യാ. ചുമ്മാ ഇത്തവണ മഴ നേരത്താണെന്ന് തോന്നുന്നു. കിഴക്ക് കാറ് കാണുന്നുണ്ട്. ശരിയാ മുത്തശ്ശ. മോളേതാ? ഞാൻ ഗീതുവാ. മോളിഞ്ഞു വന്നേ, ഇഞ്ഞു വന്നേ. അനന്തം വന്നുവല്ലോ. ഏതായി കുട്ടി? എന്റെ കൂടെ വന്നതാ. എവിടുത്തെ അനന്ത? അമ്മ മറന്നു. കഴിഞ്ഞ ഓണം വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ സ്കൂളില്? ഉവ്വ്, ആ മോളാ ഇത്? എന്റെ കൂടെ പോരണം ഒരേ വാശി. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് പോന്നു അല്ലേ മോളെ? ഞങ്ങള് തോണിയിലാ വന്നത്. അതെയോ? വികൃതി മോള്. ഇങ്ങോട്ട് വന്നേ. അറിയോ ഞങ്ങളെയൊക്കെ? അമ്മ. അവക്ക് എല്ലാരും അറിയാം.
ഇതാരാ മോളെ? ഇത് മുത്തശ്ശൻ. നല്ല മോള്, നല്ല മോളെ. ചേച്ചി എവിടെ? എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. അവധിയാ 10 ദിവസം. ആ, ബാലേട്ടന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം എന്താ ചേച്ചി? കത്ത് വല്ലതും വന്നോ? ഒന്നും എഴുതിയിട്ടില്ല. ആ, നമ്മുടെ നാട് വീടൊക്കെ കാണാൻ ഒരാൾ കൂടി വന്നിട്ടുണ്ട് എന്റെ കൂടെ. ഹലോ, വാ. സ്കൂളിലെ കുട്ടിയാ ഗീതുമോള്. ഗീതുമോക്ക് ചേച്ചി നന്നായി അറിയാം. ഇതാരാന്ന് പറയാ മോളെ? മണിക്കുട്ടിയുടെ അമ്മ. എന്താ എന്നോടൊന്നും മിണ്ടാത്ത? അത് മോള് വാ. ഉടുപ്പിൽ അപ്പിടി ചെളിയായിരിക്കല്ലേ. ഇത് മാറ്റിയിട്ട് അമ്മമ്മ വേറെ ഉടുപ്പിട്ട് തരാം. ആ പോത്തിന്റെ കൂടെ കുളിക്കുന്ന കുട്ടികളാ എന്നെ ചളിയാക്കിയത്. ആഹാ, എന്റെ മോടെ ദേഹത്ത് ചെളിവാരിയിടാൻ മാത്രമായോ വിറ്റകള്? ആ, ഇതിവിടെ കിടക്കട്ടെ, അമ്മമ്മ കഴുകിയിടാം. ആ, ഇപ്പൊ നോക്കിടാൻ. ഇത് ആരുടെ ഉടുപ്പാ? അതെ, എന്താ അമ്മേ ചേച്ചി ഇങ്ങനെ? ചേച്ചിക്ക് കൂടി സന്തോഷാവട്ടെ എന്ന് കരുതിയില്ലേ ഞാൻ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ടിപ്പോ ഞാൻ എന്താ ചെയ്യാ? എന്തെങ്കിലും പറഞ്ഞ ഉടനെ കരച്ചില്ല. ബാലൻ പറഞ്ഞിട്ട് കൂടി അവള് കേൾക്കണില്ല. ഇന്നലെ ഉണ്ടായിരുന്നു ബാലന്റെ കത്ത്. ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരുന്ന മറക്കണേന് പകരം മനസ്സ് കൂടുതൽ വിഷമിക്കല്ലേ ചെയ്യാ? എന്തെങ്കിലും അസുഖമാണെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്യാമായിരുന്നു. ഇതിപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. മോളെവിടെ? അപ്പൂപ്പിനടുത്തുണ്ട്. ഇത് എനിക്ക് തരുവോ? പിന്നെന്താ, മോക്ക് ഇഷ്ടമാണെന്ന് വെച്ചാല് മോൾ എടുത്തോ. ഇന്ന് ആ മുണ്ടുകാരൻ ചെട്ടിയാര് വരികയാണെങ്കിലേ അസലൊരു മുണ്ട ഈ മുത്തച്ഛൻ വാങ്ങിച്ചു തരാം. പൊതുവാൾ എടുക്കുന്ന പോലെ എടുക്കട്ടെ. ഇങ്ങനെ ദേ, ഇങ്ങനെ. ആരായി പുതുവാള്? ഞങ്ങളുടെ വീട്ടിലെ കിങ് കോങ്. ആഹാ, അസലായിട്ടുണ്ടല്ലോ. രവിരംഗ എന്നെ കൊടിഞ്ഞുവലയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ? അതിനെന്താ, പോവാലോ. നീ അവളെ ഊരിലുണ്ടായിരുന്നു കൊണ്ടുപോണ്ട. ശീലം ഉണ്ടാവില്ല കുട്ടിക്ക്. അവക്ക് അതൊക്കെ ഒരു മോഹ. അതിനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, അല്ലേ മോളെ? ராஜா கைய வச்சா அது ராங்க போனதில்ல பெருசு என்றாலும் பெருசு മോളെ, ആ വരുന്നത് ആരാന്ന് മനസ്സിലായോ? സൂക്ഷിച്ചു നോക്ക്. இந்த ராஜா கைய வச்சா அது ராங்க போனதில்ல பெருசு என்றாலும் பெருசு என்றாலும் சொகசு என்னோடதான் இந்த ராஜா கைய வச்ச മാരിയപ്പ, എന്നെ മനസ്സിലായോ? സൂക്ഷിച്ചു നോക്ക്. ഞാനാണ് മണിക്കുട്ടി. ஐயோ முருகா காப்பாத்து பயந்து போச்சு யார் சாமி இந்த குழந்தை ഇതാണ് എന്റെ വാലാട്ടികളി. ഞാൻ പറഞ്ഞിട്ടില്ലേ, പട്ടണത്തിലെ കുട്ടി. இந்த சைக்கிளை கொஞ்சம் பிடிங்க சின்ன மணிக்குயில் ஏன் ராசாதி கண்ணு ஊரு பார்க்க வந்துட்டியா எப்படி இருக்கு நம்ம ஊரு இத சாப்பிடம்மா சாப்பிடு நல்லா அரிசி முறுக்கு சாப்பிடு சொல்லுங்க சாமி മേടിച്ചോ മോളെ. என்ன சாப்பிடு உனக்கு என்ன அறியோ அப்ப பேரு சொல்லு சின்ன மணி கோயிலே மெல்ல வரும் மாயிலே எங்கே உஞ்சோடி அதே அழகு அதே பார்வை நம்ம மணிக்குட்டி மாதிரி இருக்கு இல்லையா മോളെ പോവാം. ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണണ്ടേ. വാ. குயிலே நாளைக்கு பார்க்கலாம் இன்னும் மாமனுக்கு நிறைய வேலை இருக்கு அப்ப போயிட்டு வரேன் சாமி ஓகே കണ്ടാ മോള് പേടിക്കുവോ? ഉറപ്പാ? എന്നാ കാണിച്ചു തരാം, വാ. മോള് പേടിക്കില്ലോ അല്ലേ? ഓ
വെള്ളാടിമുത്തിയേ വായോ, വെള്ളാടി കുന്നിറങ്ങി വായോ, എന്റെ വാലാട്ടിക്കിളിയെ കാണാൻ വായോ. വെള്ളാടിമുത്തി വായോ. പല്ലും കൊമ്പും ഒന്നും ഇല്ലല്ലോ. നോക്ക് നോക്ക്, സൂക്ഷിച്ചു നോക്ക്. അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുമ്പോ വെള്ളാടിമുത്തിക്ക് പല്ലും കൊമ്പും മുളയ്ക്കും. നോക്ക് നോക്ക് നോക്ക്. വന്നൂന്ന് പുഴക്കരെ കണ്ട ചെക്കന്മാര് പറഞ്ഞു. കൊറേ നേരം ഞാനിവിടെ കാത്തു നിൽക്കാം. ഇതാരാണെന്ന് മനസ്സിലായ? ആ ഗീതു മോളല്ലേ? കൊണ്ടുവരാന്ന് പറഞ്ഞ് ഞാൻ കാര്യാക്കില്ല കേട്ടോ. വാ മോളെ. മോൾ എന്നെ അറിയോ? വെള്ളാടിമുത്തി, എനിക്ക് പേടിയാ. ഇതോളെ ഇതോളെ നിക്ക്. അയ്യോ, അത് വെള്ളാടിമുത്തിയല്ല, തുളസി ചേച്ചിയല്ലേ? ഇല്ല, വെള്ളാടിമുത്തിയാ. ഞാൻ കണ്ട് പല്ല് മുളച്ചു വരുന്നത്. ദാ ഇപ്പൊ നോക്ക്, പല്ലും കൊമ്പും ഒന്നുമില്ലല്ലോ. പോവാം പോവാം പോവാം, വാ വാ. മോള് പേടിച്ചെന്ന് തോന്നുന്നു. തുളസി കിടന്നു, കാവലി കാണാം. വാ. ടോം എന്ന് പറഞ്ഞ പൂച്ച, ജെറി എന്ന് പറഞ്ഞ എലി. ജെറിയുടെ നമ്പർ 1 എനിമിയാ ടോം. അതെല്ലോ, പൂച്ചയല്ലി എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണല്ലോ. ജെറിയെ ടോം എപ്പോഴും ഉപദ്രവിക്കൂ. അപ്പൊ ജെറി എന്താ ചെയ്യാന്നറിയോ? ഇല്ല, കേക്കട്ടെ. ദാ ഈ ഒരു വാകൂടെ. ആ, സ്വാദുണ്ടോ അമ്മമ്മയുടെ ചോറിനും കറിക്കും? എന്നിട്ട് പറയട്ടെ, ആ. ജെറി അവന്റെ കസിന് ഫോൺ ചെയ്യും. കസിന് ഭയങ്കര ശക്തിയാ. ഉഹും. പൂച്ചോളെ വാലി പിടിച്ച് കറക്കിയെറിയും. ഉവ്വോ, എന്നിട്ട് കസിൻ ജെറിയുടെ വീട്ടിലേക്ക് വരും. ഈ കുഞ്ഞുരുള കൂടി. ആ, എന്നിട്ട് പൂച്ചയ്ക്ക് കിട്ടിയോ അന്നാളുടെ കയ്യിൽ നിന്ന്? വന്നത് ആളല്ല, ജെറിയുടെ കസിനാ. അതും എലിയാ. ടോമിനെ പിടിച്ചിട്ട് കസിൻ കറക്കിയെറിയും. ടോം പോയിട്ട് അതിന്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചോണ്ട് വരും. അവരെയും ഇടിച്ച് ചമ്മന്തിയാക്കും. അസലായിരിക്കുന്നു കഥ. ദേ, ഈ ഒരുള്ള കൂടി. ആ, ആഹാ, ഡ്രൈവറങ്ങളെ കൂട്ടാതെ മാമ ഉണ്ടല്ലോ നീ. ഞങ്ങൾക്ക് വിശന്നപ്പോ ഞങ്ങളുണ്ട്, അല്ലേ മോളെ? ആ, നീ അവിടെ വായൊന്ന് കഴുകിച്ചോ. വാ. എന്താ നിർമ്മല ഇത്? ആ കുട്ടിയോട് നീ ഒന്നും മിണ്ടുക പോലും ചെയ്യുന്നില്ലല്ലോ. അതിന്റെ കളിയും ചിരിയും കാണുമ്പോ ഒന്നും അല്ലെങ്കിലും മനസ്സിനൊരാശ്വാസമല്ലേ?